സൂപ്പർഹിറ്റ് ആക്കിയത്. ഇപ്പോൾ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷങ്ങളിൽ അല്ലെങ്കിൽ സിനിമ എന്ന ഒരു ഏറ്റവും വലിയ നമ്മൾ ആകർഷിക്കാൻ വേണ്ടി പറ്റുന്ന ഏതെങ്കിലും സിനിമ ആയിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാം വയലൻസിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതിനെയാണ് നമ്മുടെ കുട്ടികൾ, ഇന്നത്തെ വളർന്നു വരുന്ന കുട്ടികളൊക്കെ നെഞ്ചിലേറ്റുന്നത്. ആ നെഞ്ചിലേറ്റുന്ന കുട്ടികളുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിലുള്ള വികാരങ്ങൾ എന്നത് സ്നേഹബന്ധങ്ങളുടെ വികാരങ്ങളല്ല, പരസ്പരം കലഹിക്കുന്നതിൻ്റെ വികാരങ്ങളാണ് വരുന്നത്. അതിന് ഏറ്റവും വലിയ കാരണം എന്നത് ഞാൻ പറയും, നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് രാഷ്ട്രീയ ബോധമാണ്. നമ്മൾ സ്കൂളിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതല്ല, നമ്മുടെ സ്കൂളിൻ്റെ ബാഹ്യ അന്തരീക്ഷങ്ങളിൽ നമ്മൾ സ്കൂളിൻ്റെ അകത്തളങ്ങളിലേക്ക് നമ്മളെ പ്രചരിപ്പിക്കാൻ പഠിപ്പിക്കുന്നത് രാഷ്ട്രീയ ബോധമാണ്. രാഷ്ട്രീയ ബോധം പഠിച്ചു വളരുന്ന ഒരു കുട്ടി അവർ വിഭാവന ചെയ്യുന്ന രാഷ്ട്രീയത്തെയും ആ ആൾക്കാർ മാത്രമേ സ്നേഹിക്കാൻ പഠിക്കൂ. അവിടെ പരസ്പരം കലഹിക്കൽ തുടങ്ങി. തനിക്ക് എതിർ ദിശയിലുള്ള ഒരു രാഷ്ട്രീയ ആൾക്കാരെ പരസ്പരം വൈരാഗിക ബുദ്ധിയോടുകൂടി ദ്രോഹിക്കുക അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുക എന്ന ഒരു കാര്യമാണ് ആ കുട്ടിയെ പഠിപ്പിക്കുന്നത്. അപ്പം പരസ്പരം വൈരുദ്ധ്യമായ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് മനസ്സിൻ്റെ താളങ്ങൾ തെറ്റിപ്പിച്ചുകൊണ്ട് വിഘടനത്തിന്റെ വിഭജന സ്വഭാവം അവിടെ പഠിക്കുന്നു. അവിടെയാണ് അതിന് വിപരീതമായി നമ്മുടെ രാഷ്ട്രബോധമാണ് പഠിക്കുന്നത്. രാഷ്ട്രബോധം പഠിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ രാജ്യം എന്താണെന്നും ഈ രാജ്യത്തിൻ്റെ മതേതരത്വം എന്താണെന്നും ഈ രാജ്യത്തിൻ്റെ സംസ്കാരം എന്താണെന്നും ഈ രാജ്യം ഏതാണ് ലോകത്തിന് മാതൃകയായിരിക്കുന്നത്. മതേതര സംസ്കാര ശുദ്ധിയുള്ള ഒരു രാജ്യം ലോകത്ത് വേറെയില്ല എന്നൊരർത്ഥത്തിലാണ് നമ്മുടെ രാജ്യം ഈ രീതിയിലേക്ക് ലോകത്തിന് മാതൃകയായിരിക്കുന്നത്. അപ്പോൾ എല്ലാ ജാതി മതങ്ങളിലും എല്ലാവരിലും പെട്ടപ്പോൾ എല്ലാം ഒന്നാണ്, നമ്മൾ ഒന്നാണ് എന്നൊരു മനസ്സിൻ്റെ ചിന്ത. ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ അതേ രീതിയിലാണ് സ്കൂൾ അന്തരീക്ഷത്തിൽ പഠിച്ചത്. നമ്മൾ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് പരസ്പരം ഒരു ഭക്ഷണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിലിട്ടുകൊണ്ട് അത് ആരാണെന്നോ ഏത് മതത്തിലാണെന്നോ ഏത് ജാതിയിലാണെന്നോ നോക്കാതെ പരസ്പരം ആലിംഗനം ചെയ്ത് പരസ്പരം തൊട്ടൊരുമ ഇരുന്നു കൊണ്ട് നിൽക്കുന്ന ആ സ്നേഹബന്ധങ്ങൾ രാഷ്ട്രബോധത്തിൻ്റെ സ്നേഹബന്ധമാണ്. അവിടെ നമ്മൾ നേരെ മറിച്ച് രാഷ്ട്രീയ ബോധം പഠിക്കുകയാണെങ്കിൽ ആ ബന്ധങ്ങൾ വരും. കാരണം എനിക്ക് ഇതിൻ്റെ പേരിൽ എന്നെ കുറേ രാഷ്ട്രീയക്കാർ വിമർശിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളത് പറയരുത് എന്ന്. ഞാൻ പറയും, തികച്ചും സ്കൂൾ അന്തരീക്ഷങ്ങളിൽ പഠിപ്പിക്കേണ്ടതല്ലാതെ ഒരു വോട്ടവകാശമുള്ള ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന് രാഷ്ട്രീയ ബോധം എന്നത് പുറത്തുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങൾ പഠിക്കുന്ന ഈ കലാലയം എന്നത് ഒരു സൗഹാർദ്ദത്തിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ, ഈ അന്തരീക്ഷങ്ങളിലുള്ള സംസ്കാരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നേർവഴിയിലേക്ക് നയിച്ചുകൊണ്ട് നാളെ നമുക്ക് മുന്നോട്ട് നയിക്കാനുള്ള ഒരു പ്രചോദനമായി തീരേണ്ടത്. അവിടെയാണ് നമ്മൾ രാഷ്ട്രബോധം പഠിക്കേണ്ടത്. ഒരു സൈനികൻ എന്ന രീതിയിൽ എനിക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ രാഷ്ട്രബോധത്തെ പറയാൻ കാരണം ഞാനൊരു മതേതരവാദിയാണെന്ന് അഭിമാനത്തോടുകൂടി എനിക്ക് ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ സാധിക്കും. അത് മറ്റാർക്കും പറയുന്നതിനപ്പുറം എല്ലാ സൈനികർക്കും, ഷാജിത്തും എൻ്റെ പ്രിയ സുഹൃത്തായ ഷാജിത്തും ഒരു സൈനികനായ അവർ പറയാൻ കാരണം, നമ്മളൊക്കെ വിശ്വസിക്കുന്നത് നമ്മളെല്ലാവർക്കും പ്രാർത്ഥനാലയങ്ങളുണ്ട്. നമ്മുടെ പ്രാർത്ഥനാലയം എന്ന് പറയുന്നത് മന്ദിർ എന്ന് പറയുന്നത് സർവമത സ്ഥലം എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ വിശ്വസിക്കുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളായിട്ടുള്ള ഖുറാനും ഭഗവത്ഗീതയും ബൈബിളും ഒരു കുടക്കീഴിൽ വെച്ചാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ഇവിടെ മതേതരത്വം പറയുമെങ്കിലും അന്യമതസ്ഥരുടെ ദേവാലയങ്ങളിൽ മറ്റുള്ള മതസ്ഥരുടെ ഗ്രന്ഥങ്ങൾ കൊണ്ടുവെക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അവിടെ വയലൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് നമ്മൾ പുറത്ത് പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രകടിപ്പിക്കില്ല. പക്ഷേ നമ്മൾ സൈനികർ പുറത്ത് പറയുക മാത്രമല്ല പ്രകടിക്കുക തന്നെ ചെയ്യുന്നത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാവും. അപ്പോൾ അതൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഒരു സൈനികൻ, അത് പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരു സൈനികന് രാഷ്ട്രത്തിൻ്റെ ഈ ഗ്രന്ഥങ്ങളൊക്കെ തൊട്ട് ഒരു പിടി ഉപ്പുമായി നാവിൽ വെച്ചാണ് ഒരു സൈനികൻ പ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ ഈ 93 ബാച്ചിൻ്റെ ഈ സ്മൃതിയിൽ ഏതെങ്കിലും ഒരാൾ പറ, നമ്മളൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും ട്രെയിനിങ് ചെയ്ത് നമ്മളൊരു പ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മളൊക്കെ മധുരമല്ല യൂസ് ചെയ്യേണ്ടത്, ഉപ്പെന്തിനാണ് വായിൽ വെക്കുന്നത്? ആർക്കും പറയാൻ പറ്റും? ഉപ്പെന്തിനാണ് വെക്കുന്നത്? ആരെങ്കിലും ഒരാൾ പറയും. ഇത് സ്നേഹസൗഹാർദ്ദമായിട്ട് സംഭാഷണമാണ്. അല്ലെങ്കിൽ ഞാൻ മാസ്റ്ററും നിങ്ങൾ ഇവിടുത്തെ സ്റ്റുഡൻറ്റും അല്ല. ആ രീതിയിലേക്കാണ് നമ്മുടെ സ്നേഹസംബന്ധമായിട്ട് ഏതെങ്കിലും ഒരാൾ പറയാൻ അറിയോ? ആർക്കെങ്കിലും അറിയോ? ഉപ്പെന്തിനാണ് വെക്കുന്നത്? പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് അറിയേണ്ട കാര്യം. ഉപ്പെന്തിനാണ് വെക്കുന്നത്? ഞാനത് സമയമില്ല, അവിടെ ഞാൻ പറയാം. നമ്മുടെ രാജ്യം മതേതര സംസ്കാരമുള്ള രാജ്യമാണ്. ജാതിയോ മതമോ ഇല്ലാതെ എല്ലാവരും ഒരേപോലെ ഒരു കോണിൽ നിൽക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്.
അപ്പോൾ ഉപ്പ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം എല്ലാ ചേരിലും ചേരുന്ന ഒരു പദാർത്ഥമാണ് ഉപ്പ്. കാരണം നമ്മൾ ഒരു പായസത്തിൽ ഉപ്പിടും, മീൻകറിയിൽ ഉപ്പിടും, ഒരു സാമ്പാറിൽ ഉപ്പിടും, അതേപോലെ ഒരു ലഡുവിൽ ഉപ്പിടും. അപ്പോൾ എല്ലാ ചേരുവിലും ചേരുന്ന ഒരു ചേര് ആണ് ഉപ്പ്. അപ്പോഴാണ് ഒരു സൈനികൻ ഒരു ഉപ്പ് തൊട്ട് നാവിൽ വെക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നത്, ഈ രാഷ്ട്രം എന്നിൽ ഏൽപ്പിച്ച വലിയൊരു ദൗത്യത്തിൻ്റെ ആദ്യ ചൂടുവെപ്പാണ് ഞാൻ. ഈ രാഷ്ട്രം എന്താണ്? മതേതര സംസ്കാരം. എനിക്ക് ജാതിയോ മതമോ ഇല്ല, എനിക്ക് വേറിട്ട ഭാഷകളോ വേഷങ്ങളോ ഇല്ല. അപ്പോൾ ഞാൻ രാജ്യത്തിൻ്റെ ഒരു സ്വത്താണ്. എനിക്ക് ഈ വേർതിരിവില്ലാത്ത ചേരുവകളില്ലാത്ത ഒരു രീതിയിലേക്കാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു സിമ്പലാണ് ഉപ്പ്. അപ്പോൾ ആ ഉപ്പ് നാവിൽ വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു സൈനികൻ, അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഒരു സൈനികൻ ഒന്ന് മാത്രമാണ് ചിന്തിക്കുക, രാഷ്ട്രം എന്നിൽ വിലയേറിയൊരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം എന്തെന്നാൽ രാഷ്ട്ര സേവനമാണ്. ആ സുരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഞാൻ ഈ രാഷ്ട്രത്തിൻ്റെ സുരക്ഷ എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന ഇച്ഛാശക്തിയോടുകൂടിയാണ് നമ്മുടെ സൈനികർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇന്നും ശാന്തിയും സമാധാനത്തോടു കൂടി ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ പറയും, സൈനികർ മാത്രമാണോ വലിയവർ, അവർ മാത്രമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല നമ്മളാണ് വലിയവർ എന്ന്. പക്ഷെ അവർ പ്രവർത്തിക്കുന്ന കർത്തവ്യബോധം അതെന്തെന്നാൽ രാഷ്ട്ര സേവനത്തിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വിഭാഗം സൈനികർ മാത്രമാണ്. നമ്മുടെ രാജ്യത്ത് പല വിഭാഗത്തിൽപ്പെട്ട ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വ്യത്യസ്ത തലങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അതിൽ എല്ലാവരും ഇല്ല എന്ന് പറയില്ല. കാരണം ഇതിൻ്റെ അടുത്ത കാലത്ത് കോഴിക്കോടിൽ ഒരു മാൻഹോളിൽ വീണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ മാൻഹോളിൽ അകപ്പെട്ടപ്പോൾ ഒരു നൗഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൊട്ടടുത്ത കടയിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ ആ ചായ ഗ്ലാസ് വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടെയൊക്കെ ഓടിപ്പോയിക്കൊണ്ട് അവിടെ ഇരിക്കുന്ന സംസ്ഥാന തൊഴിലാളികൾ, അതിലകപ്പെട്ട ആ 2 തൊഴിലാളികളെ പുറത്തെടുത്തുകൊണ്ട് അവസാനം ശ്വാസം മുട്ടി ബ്രീത്തിങ് കിട്ടാതെ അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെട്ടു. അതൊരു പാട്രിയോട്ടിസമാണ്. അതേപോലുള്ള ചുരുക്കം ചില ആൾക്കാരുണ്ടാവും, പക്ഷെ എല്ലാവരും ഇല്ല എന്ന് ഞാൻ. പക്ഷേ ഇവിടെ അത് മാത്രമല്ല, ഈ സൈനികർ 1 അല്ല 10 അല്ല 10,000 അല്ല 1,00,000 സൈനികർ വേണമെങ്കിലും അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഒരു സൈനികനോട് നീ ലേ ലഡാക്കിൽ പോയി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ -40 മുതൽ -60 ഡിഗ്രി സെൽഷ്യസിൽ അവൻ ഡ്യൂട്ടി നോക്കുന്നുണ്ട്. ഒരാളും പറഞ്ഞിട്ടില്ല, ഞാൻ കണ്ണൂരിൽ നിന്ന് പോയി ഞാൻ ഇതുവരെ തണുപ്പ് കിട്ടിയിട്ടില്ല, എൻ്റെ ഫ്രീസറിൽ പോലും എനിക്ക് കൈവച്ച് നിൽക്കാൻ പറ്റിയിട്ടില്ല, പിന്നെയാണ് ഞാൻ അവിടെ സർവീസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു സൈനികൻ ഓടി വന്നിട്ടില്ല. എല്ലാ സൈനികരും അവിടെ ഡ്യൂട്ടി നോക്കുന്നുണ്ട്. അവിടെയാണ് സൈനികർ വ്യത്യസ്തമാവുന്നത്. അവിടെ ആ സൈനികൻ മരണപ്പെടുമോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല. തീർച്ചയായും മരണം മുന്നിൽ കൊണ്ട് മുഖാമുഖം കണ്ടുകൊണ്ട് മൈക്രോ സെക്കൻഡിൻ്റെ അവസ്ഥയിലാണ് അവൻ ജീവിക്കുന്നത്, അവൻ പ്രവർത്തിക്കുന്നത്. അവിടെയാണ് മറ്റുള്ളവരിൽ നിന്ന് സൈനികർ വ്യത്യസ്തമാകുന്നത്. അതുകൊണ്ടാണ് ഒരു സൈനികൻ വീരമുത്തി വരിക്കുമ്പോൾ ആ സൈനികൻ്റെ വിരുനെഞ്ചിൽ പുതപ്പിക്കുന്നത്. നമ്മളൊക്കെ രാഷ്ട്രത്തിൻ്റെ ഈ 75ാം വാർഷികം ആസാദി അമൃത് മഹോത്സവ് നമ്മൾ ആഘോഷിച്ച് നമ്മുടെ വീടിൻ്റെ മുന്നിലേക്ക് രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ടാണ്, ആ ത്രിവർണ്ണ പതാക പുതപ്പിച്ചുകൊണ്ടാണ് ഒരു സൈനികൻ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ അടുത്ത കാലത്ത് സിയാച്ചിൻ ഗ്ലേസിയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ടെമ്പറേച്ചർ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യം ഞാൻ പറയാം, ടെമ്പറേച്ചർ പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിൽ ഫ്രിഡ്ജില്ലേ, ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയോ? ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ -40 മുതൽ -15 ഡിഗ്രി, 10 ഡിഗ്രി, ഓൾമോസ്റ്റ് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ ആ ഫ്രീസറിൻ്റെ അകത്ത് കൈവച്ചുകൊണ്ട് അരമണിക്കൂർ നിൽക്കാൻ പറ്റും? അരമണിക്കൂർ നിൽക്കാൻ പറ്റില്ല. അവിടെ ഉടലൊക്കെ പുറത്താണ്, വെറും കൈ മാത്രം വെച്ചുകൊണ്ട്. അവിടെയാണ് -40 മുതൽ -60 ഡിഗ്രി സെൽഷ്യസ്, എത്രമാത്രം ടെമ്പറേച്ചറാണ് അവിടെയുള്ളത്, എത്രമാത്രം തണുപ്പുള്ള മരവിച്ച അവസ്ഥയിലാണ് നമ്മൾ സൈനികർ ഡ്യൂട്ടി നോക്കുന്നത്. അവിടെയാണ് ഈ സിയാച്ചിൻ ഗ്ലേസിയർ മഞ്ഞുമല ഇടിഞ്ഞപ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ കൊല്ലത്തുള്ളൊരു സുധീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതിൻ്റെ അകത്തളങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു. സുധീഷ് അവിടെ ഡ്യൂട്ടിക്ക് നോക്കാൻ, സിയാച്ചിൻ ഗ്ലേസിയർ ഡ്യൂട്ടിക്ക് നോക്കാൻ പോകുമ്പോൾ അവൻ്റെ ഭാര്യ 3 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അവിടെ 3-ാം മാസത്തിലാണ് സുധീഷ് അവൻ്റെ ഭാര്യയെ കണ്ടത്. 3 മാസം കണ്ട് അവസാനം പോയി. ഇന്ന് നമ്മൾ ലോകത്തിലെ ഏതെങ്കിലും കോണിൽ, ഏത് കോണിലുണ്ടായാലും ഇപ്പോൾ പറഞ്ഞു നമ്മുടെ കൃഷ്ണമോഹൻ, അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഇന്ന് ഇവിടെ മാത്രമുള്ള ആൾക്കാരല്ല, ലോകത്തിൻ്റെ പല കോണിലുള്ള നമ്മുടെ സഹപാഠികൾ ഇത് വീക്ഷിക്കുന്നുണ്ട്, ഇത് ലൈവായി പോയിക്കൊണ്ടിരിക്കുന്നതാണ്.
ആ വീക്ഷിക്കുന്നുണ്ട്, എല്ലാവരും വീക്ഷിക്കുന്നുണ്ട്. അതേപോലെ ഇന്ന് നമ്മൾക്ക് എന്തവസ്ഥയിലും ലോകത്ത് ഏത് കോണിലുണ്ടെങ്കിലും നമുക്ക് പരസ്പരം സംസാരിക്കാൻ, കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഒരു സൈനികൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ 3 മാസം ഭാര്യ പ്രഗ്നൻ്റായിട്ടിരിക്കുമ്പോൾ എന്തൊരവസ്ഥയിലാണ് ആ സൈനികൻ പോകുന്നത്. ആ സൈനികന് കിട്ടിയത് 5 മാസം, 2 മാസം കഴിഞ്ഞിട്ടാണ് ആ സൈനികൻ അവൻ്റെ ഭാര്യയുമായി സംബന്ധിക്കാൻ സാധിച്ചത്, സംസാരിക്കാൻ കിട്ടിയത്. അതും 2 മിനിറ്റ് മാത്രം, പരസ്പരം കാണാതെ, ഒരു വോയിസ് ക്ലിപ്പിൽ മാത്രം. അത് വിളിച്ചാൽ തന്നെ അത് 1 മിനിറ്റ്, ഒരു പ്രാവശ്യം ഒരു ശബ്ദം കിട്ടിയാൽ തിരിച്ച് കിട്ടണമെങ്കിൽ ഒരു 3-4 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം, തിരിച്ച് അതിൻ്റെ റിപ്ലൈ കിട്ടണമെങ്കിൽ. അപ്പോൾ ആ അവസ്ഥയിൽ വീണ്ടും വിളിച്ചു. അങ്ങനെ ഭാര്യ 9 മാസവും 22 ദിവസവും ആകുമ്പോൾ ആ സൈനികന് 3 പ്രാവശ്യം മാത്രമേ ഭാര്യയുമായി വിളിക്കാൻ വേണ്ടി സാധിച്ചുള്ളൂ. അവസാനം വിളിച്ചപ്പോൾ അമ്മയാണ് ഫോൺ എടുത്തത്. അമ്മ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, മകനെ ഒരു സന്തോഷ വാർത്ത നിന്നിൽ അറിയിക്കാനുണ്ട്, നിനക്കൊരു പെൺകുഞ്ഞ് പിറന്നു, ആ മകനെ നിനക്ക് കാണണ്ടേ എന്ന്. അവൻ പറഞ്ഞു, അമ്മയെ കാണണം, ഇതിൽ പരം സന്തോഷം വേറെ എന്താണുള്ളത്. പക്ഷെ ഇവിടെ കാണാൻ വേണ്ടി എനിക്ക് ലീവിന് വരാൻ സാധിക്കില്ല. എനിക്കിപ്പോൾ ലീവിന് വന്നു കഴിഞ്ഞാൽ എൻ്റെ സഹപ്രധാനരായ കുറേ സൈനികർ ലീവിന് വന്നിട്ട് തിരിച്ചു വന്നാൽ മാത്രമേ എനിക്ക് വരാൻ പറ്റൂ. അപ്പോൾ അമ്മ പറഞ്ഞത് മകളുടെ ചോറൂണിന് വന്നാൽ മതിയെന്ന്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട ആ ധീരനായിട്ടുള്ള സുധീഷ് എന്ന് പറയുന്ന സൈനികന് മകളുടെ ചോറൂണിന് വരാൻ സാധിച്ചില്ല. മകൾക്ക് 22 ദിവസം മാത്രം പ്രായമുള്ള ആ മകൾ കാണുന്നത് അച്ഛൻ്റെ ഭൗതിക ശരീരമാണ്. ആ മകൾക്ക് എന്താണ് അറിയാം, തിരിച്ചറിയാൻ സാധിക്കുമോ? ആ പത്നി, അത് സ്വന്തം അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ആ സ്വന്തം ഭർത്താവ് മകളെ കാണാൻ സാധിക്കാതെ ഭൗതിക ശരീരം വീട്ടിൽ കാണുന്ന അവരുടെ അവസ്ഥ എന്തായിരിക്കും? അച്ഛൻ്റെ